ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റലിയിലെ ഒരു ധനിക കുടുംബത്തിലാണ് ഫ്രാൻസിസ് അസീസി ജനിച്ചത്. സമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുത്ത് ആഡംബരവും ധനവും ഉപേക്ഷിച്ച് ലളിത ജീവിതം അദ്ദേഹം സ്വീകരിച്ചു. എല്ലാം ത്യജിച്ച് ദൈവസ്നേഹം തിരഞ്ഞെടുത്തെങ്കിലും ഫ്രാൻസിസിന് ഹൃദയത്തിൽ വലിയൊരു തടസ്സമുണ്ടായിരുന്നു: കുഷ്ഠരോഗികളോടുള്ള ഭയം. ആദ്യകാലത്ത് കുഷ്ഠരോഗികളെ കാണുന്നത് പോലും അദ്ദേഹത്തിന് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്നതായിരുന്നു. അവരുടെ വീടുകൾ 2 മൈൽ അകലെയെന്ന് കണ്ടാൽ പോലും അദ്ദേഹം മൂക്ക് കൈകൊണ്ട് പൊത്തുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അസീസിക്ക് പുറത്തുള്ള പാതയിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ മുറിവുകളും വേദനയും നിരാശയും നിറഞ്ഞ ഒരു കുഷ്ഠരോഗി ഫ്രാൻസിസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ രോഗിയെ കണ്ടപ്പോൾ ഫ്രാൻസിസിന്റെ ഹൃദയം പഴയ ഭയത്തിൽ വീണ്ടും മൂടി. അദ്ദേഹത്തിന് ഭയവും അറപ്പും തോന്നി. എന്നാൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും സ്നേഹവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴങ്ങി. ഒന്നെങ്കിൽ ഭയപ്പെട്ട് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുക. ഈ 2 വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ഫ്രാൻസിസ് നിർബന്ധിതനായി. ഫ്രാൻസിസ് തന്റെ ഉള്ളിലെ ഭയത്തെയും വെറുപ്പിനെയും ധൈര്യം സംഭരിച്ച് മറികടന്നു. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ രോഗിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. പ്രതീക്ഷയോടെ കൈനീട്ടിയ കുഷ്ഠരോഗിക്ക് അദ്ദേഹം പണം നൽകുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും കുതിരപ്പുറത്ത് കയറി പുറകോട്ട് നോക്കിയപ്പോൾ അത്ഭുതം! വിശാലമായ ആ മൈതാനത്തിൽ ആ കുഷ്ഠരോഗി ഒരിടത്തും കണ്ടില്ല. താൻ ചുംബിച്ചത് ക്രിസ്തുവിനെ തന്നെയാണെന്ന് ഫ്രാൻസിസിന് മനസ്സിലായി. ഈ ഒരു നിമിഷം ഫ്രാൻസിസിന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. അദ്ദേഹം പിന്നീട് കുഷ്ഠരോഗികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത് തുടർന്നു. മുമ്പ് അദ്ദേഹത്തിന് അസുഖകരമായി തോന്നിയ കാര്യങ്ങൾ പിന്നീട് ആത്മീയവും ശാരീരികവുമായ ആശ്വാസത്തിന്റെ ഉറവിടമായി രൂപാന്തരപ്പെട്ടു. ഞാൻ ഭയന്നത് തന്നെയാണ് എന്നെ യഥാർത്ഥ സ്നേഹത്തെയും സമാധാനത്തെയും കണ്ടെത്തുന്ന ഇടത്തേക്ക് നയിച്ചത് എന്ന് ഫ്രാൻസിസ് തൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് പിന്നീട് പറയുന്നു. ഭയം ഒരു തടസ്സമാണ്. അത് നമ്മെ സ്നേഹിക്കുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും അനുവദിക്കില്ല. പക്ഷേ ഭയമാകുന്ന ആ പൂട്ടിനെ സ്നേഹമാകുന്ന താക്കോൽ കൊണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭയത്തെ നേരിട്ട് സ്വീകരിക്കുകയും അതിനൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമാധാനവും സ്നേഹവും നമ്മളിലേക്ക് വരുന്നത്. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല എന്ന് 1 യോഹന്നാൻ 4:18 പറയുന്നു. ഭയപ്പെട്ട് പിന്മാറുന്നവരായാൽ ഒരിക്കലും സ്നേഹത്തിൽ നിറയുവാൻ നമുക്ക് സാധിക്കില്ല. ഭയപ്പെടുത്തുവാൻ മുന്നിൽ ധാരാളം പ്രതിസന്ധികൾ കണ്ടേക്കാം. ഭയപ്പെടുത്തുന്ന ധാരാളം ആളുകൾ ചുറ്റുമുണ്ടായേക്കാം. പക്ഷേ സ്നേഹത്തിൽ ജീവിക്കുന്നവന് ആ ഭയത്തെ ഇല്ലാതാക്കാൻ കഴിയും. ക്രിസ്തുവാകുന്ന സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിച്ച് ഭയത്തെ അകറ്റി നിർത്താം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചെമ്പാ